മുണ്ടക്കയത്തിൽ ദുരന്തത്തിൽപ്പെട്ട സുദേവന്റെയും കുടുംബത്തിന്റെയും സന്തോഷം നിറഞ്ഞ ഓർമ്മ ചിത്രങ്ങൾ നെഞ്ചോട് ചേർത്ത സുദേവന്റെ സഹോദരൻ ദിനേശൻ. വീട്ടിലെ പരിശോധനയ്ക്കിടയിലാണ് സുദേവന്റെ വിവാഹ ചിത്രങ്ങൾ സഹോദരന് ലഭിച്ചത്. ഇതെല്ലാം പെറുക്കിയെടുത്ത് കവറിലാക്കി വിദൂരതയിലേക്ക് കണ്ണും നട്ടു നിൽക്കുകയാണ് ദിനേശൻ. ഒടുങ്ങാത്ത സങ്കട കാഴ്ചകളാണ് ദുരന്തഭൂമിയിലെങ്ങും ഇപ്പോൾ കാണാനാകുന്നത്. വിവാഹ ചിത്രങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു കുടുംബ ഫോട്ടോയാണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ്. ഗൃഹനാഥനും ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ള നിരവധി പേർ ഇരിക്കുന്ന ഒരു ആൽബത്തിന്റെ ഒരു ഭാഗം, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് ഇതിൽ കാണാം. ചിരിച്ചുകൊണ്ട് എല്ലാവരുമായി സന്തോഷത്തോട്ടിരിക്കുന്ന ഫോട്ടോയാണ്. മറ്റൊന്ന് കാണുക, സുഹൃത്തുക്കളായിട്ടുള്ള ഒരു 5 പേർ ജീപ്പിനടുത്ത് നിൽക്കുകയാണ്. ഒരു യാത്ര പോകാനോ യാത്ര പോയിട്ടൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. ഇത് മാത്രമല്ല, ഇതിൽ നിന്ന് ചില കല്യാണ ഫോട്ടോ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ആരുടെയെങ്കിലും ഇവിടെ താമസിച്ചിരുന്ന ആരുടെയെങ്കിലും വീടുകളിൽ ബന്ധുക്കളുടെ വിവാഹ സമയത്തെടുത്ത ഫോട്ടോയോ ആ സമയത്തുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനെടുത്തെടുത്തുള്ള ഫോട്ടോകളൊക്കെയാണ്. അതായത് ആ കുടുംബങ്ങളുടെ നല്ല നല്ല മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ ഇവിടെ ബാക്കിപത്രമായി ഇരിക്കുന്നത്. ഈ ദുരന്തഭൂമിയിൽ കാണുന്ന മുൻപുള്ള ഈ നാട്ടുകാരുടെ ഒരു സന്തോഷ മുഹൂർത്തങ്ങൾ, അവരുടെ സന്തോഷ ദിനങ്ങൾ, ഒരു വിവാഹത്തിന്റെ ഫോട്ടോ കൂടി നമുക്ക് കാണാം. അതിൽ വധുവിനെ ഒരുക്കുന്ന സുഹൃത്തുക്കൾ പൂവ് ചാർത്തി കൊടുക്കുന്ന, അവരെ ഒരുക്കുന്ന ഫോട്ടോയൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. ചുറ്റും കൂടി നിൽക്കുന്ന സുഹൃത്തുക്കൾ, അന്ന് ആ സന്തോഷ ദിനത്തിൽ അവർക്ക് ചുറ്റും കൂടിയ ആരൊക്കെ ഇന്ന് ഈ മണ്ണിനടിയിൽ പോയിട്ടുണ്ട് എന്നുള്ളത് വല്ലാത്തൊരു ചോദ്യം തന്നെയായിരിക്കും. ദിനേശൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഒരു കവറും തൂക്കി ഇവിടെ നിൽക്കുകയാണ്. അതിൽ നിന്ന് പല രേഖകൾ, പല ചിത്രങ്ങൾ, പല ഫോട്ടോകൾ അത് ഈ വീട്ടു പരിസരത്ത് നിന്ന് ശേഖരിച്ച് ആ കവറുകളിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഫോട്ടോകൾ ഇവിടെ നിരത്തി വെച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഫോട്ടോകളാണ്, പഴയതും പുതിയതുമായിട്ടുള്ള ഫോട്ടോകൾ. ഒരു വിവാഹ വേളയിലെടുത്ത ഫോട്ടോയാണ്. അതായത് ഒരു കുടുംബത്തിന്റെയാകെ സന്തോഷ നിമിഷങ്ങളാണ് ഇതിൽ ഒപ്പിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു സന്തോഷവേളയിൽ ഒത്തുകൂടിയിരുന്ന കുടുംബാംഗങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ അത് ഇന്നൊരു കണ്ണീർ കടലായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ ഫോട്ടോ ഇവിടെ വെച്ച ദിനേശൻ എന്ന് പറയുന്ന ചേട്ടന്റെ സഹോദരന്റെ വിവാഹ ഫോട്ടോകളാണ്. അദ്ദേഹവും കുടുംബവും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ചേട്ടൻ, ദിനേശ് ചേട്ടൻ പറയുന്നത്. ചേട്ടാ, ഈ ചിത്രങ്ങളൊക്കെ ആരുടേതാണ്? എന്താണ് ഇവിടെ സംഭവിച്ചത്? അവർക്ക് എന്താ പറ്റി എന്നുള്ള എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? അവരില്ലപ്പോ, അവരില്ല. അവര് ഏട്ടനും ഏട്ടത്തിയമ്മയും 2 മക്കളും എൻ്റെ അമ്മയും 5 പേര്. അതാ വീട്. സുദേവൻ ചേട്ടന്റെ വീടെന്ന് പറഞ്ഞാണോ? അതെ അതെ, അതെന്റെ വീടാ. സുദേവേട്ടന്റെ മകനാണല്ലേ? അനിയനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങളവിടെ താമസം. അപ്പോൾ അവരുടെ വിവാഹ ചിത്രങ്ങളാണ്? അതെ അതെ, ഇപ്പൊ കിട്ടിയതാ അത്. വേറെ ഒന്നും കിട്ടിയില്ല. ഈ ചിത്രങ്ങളൊക്കെ കൊണ്ടുപോവാണ്? ഞാൻ കൊണ്ടുപോവാ. അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ കേട്ടോ. പരിശോധന തുടരുന്നുണ്ട്. എൻ്റെ മോനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 പേരെ കിട്ടാണ്ട്. അവര് അന്നേരം മാറാൻ എന്തെങ്കിലും ശ്രമം നടത്തിയിരുന്നു കേട്ടോ? നേരത്തെ അപകടം സംബന്ധിച്ചതിനൊക്കെ വിവരം ലഭിച്ചു? അങ്ങനെ സൂചന വന്നില്ലല്ലോ. സൂചന അങ്ങനെ കിട്ടിയിട്ടുണ്ടായില്ല. സുദേവേട്ടൻ്റെ സഹോദരനാണ് ദിനേശൻ. അദ്ദേഹം ഇന്നിപ്പോൾ ഇവിടെ പരിശോധനയ്ക്ക് വന്നപ്പോഴാണ് ചില ചിത്രങ്ങൾ കിട്ടിയത്. സുദേവേട്ടൻ്റെ ചിത്രത്തിലുള്ളത് സുദേവേട്ടൻ ഉൾപ്പെടെയുള്ളവരാണ് അല്ലേ? സുദേവേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും ചിത്രങ്ങളാണ്. സുദേവേട്ടൻ്റെ വിവാഹ ചിത്രമാണ് അതിലുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. നമ്മൾ ഈ ദുരന്തം നടന്ന അന്ന് മുതൽ തന്നെ കേൾക്കുന്ന പേരാണ് സുദേവേട്ടൻ്റെ പേരും ആ കുടുംബത്തിൻ്റെ സാഹചര്യവും. ഇന്നലെയും ഇനിഞ്ഞാൽ നമുക്ക് അവിടെ വലിയ രീതിയിൽ പരിശോധനകൾ നടന്നിരുന്നു. സുദേവേട്ടൻ്റെ അമ്മയുടെ മൃതദേഹമൊക്കെ പിന്നീട് ലഭിക്കുകയും ചെയ്തു. ഇനിയും 3 മൃതദേഹം അവിടെ നിന്ന് ലഭിക്കാനുണ്ട്. ഏതായാലും ഈ ദുരന്തഭൂമിയിൽ നിന്നുള്ള ഓർമ്മ ചിത്രങ്ങളും ശേഖരിച്ച് ഇപ്പോൾ സുദേവേട്ടൻ്റെ സഹോദരൻ ദിനേശൻ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹം അവിടെ വന്ന് അവരുടെ ഒരു മൃതദേഹമെങ്കിലും കിട്ടുമോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹം വന്നതാണ്. പക്ഷേ അവരുടെ ശരീരാവശിഷ്ടങ്ങളോ അവരുടെ ബാക്കിയുള്ള ഏറ്റവും വലിയ സങ്കടക്കാഴ്ച തന്നെയാണ് ദുരന്തഭൂമിയിൽ ബാക്കിയാണെന്ന് എന്തും